ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യേണ്ടുവെന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വളരെ കുറച്ചുകൂടെ നമ്മളെ സ്പർശിക്കുന്നതാ. We don't know what to do, but our eyes are on you. Hallelujah. ഈ അധ്യായം നമ്മൾ പല പ്രാവശ്യം പല രീതിയിൽ ദൈവവചനം നാം ശ്രവിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ പശ്ചാത്തലം നന്നായി നമുക്കറിയാം. ഈ രാജാവ് ആരെന്നും അദ്ദേഹത്തിനുണ്ടായ പ്രതിസന്ധി എന്താണെന്നും നമുക്ക് വളരെ വ്യക്തമായി അറിയാം. യഹൂദയുടെ രാജാവായിരുന്ന യഹോശാഫാത്ത്, അവൻ വളരെ ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരുന്നു. മറ്റു രാജാക്കന്മാരെ പോലെയല്ല, അവൻ ദൈവ വഴികളിൽ നടന്നവനായിരുന്നു. ദൈവ വഴികളിൽ നടന്നിട്ടും അവന് വന്ന പ്രതിസന്ധി അത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. അത് അവൻ്റെ ജീവിതത്തിൽ വന്നത് അവനെ കൊണ്ട് നേരിടാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയായിരുന്നു. എന്തായിരുന്നു ആ പ്രതിസന്ധി? യഹൂദ എന്ന ചെറിയ ആ രാജ്യം, നമുക്കറിയാം, ഇസ്രായേൽ 2ആയി ഭാഗിക്കപ്പെട്ടു. യഹൂദയിൽ വലിയ ജനസംഖ്യയോ യുദ്ധസാമഗ്രികളോ ഇല്ലാതിരിക്കുന്ന ഒരു ചെറിയ രാജ്യം യഹൂദ. അതുകൊണ്ടാണ് ദൈവം യഹൂദയെ നോക്കിയിട്ട് പറഞ്ഞത്, യഹൂദേ, നീ ഗോത്രങ്ങളിൽ ചെറുതാണെങ്കിലും എന്ന് ദൈവം പ്രവാചകനിലൂടെ പറഞ്ഞത്. ഇവർക്ക് വന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്, ഈ ചെറിയ രാജ്യത്തിന് നേരെ 1 അല്ല 2 അല്ല 3 രാജ്യങ്ങൾ യുദ്ധത്തിനായിട്ട് അവരുടെ ദേശം പിടിച്ചെടുക്കാൻ ഒരുമിച്ച് വരികയാണ്. യഹൂദ എന്ന ആ സ്ഥലം ദൈവിക വാഗ്ദത്തത്താൽ പ്രാപിച്ച, ഇസ്രായേൽ മക്കൾ പ്രാപിച്ച സ്ഥലമാണ്. വെറുതെ കിട്ടിയതല്ല, ദൈവം വാഗ്ദത്തം ചെയ്ത് വാഗ്ദത്തം നിവർത്തിച്ച ദൈവം അവർ കൊടുത്ത രാജ്യമാണ്, കൊടുത്ത സ്ഥലമാണ്. എന്നാൽ ഇപ്പോൾ ഏകദേശം 40 മൈലിനപ്പുറത്ത് ചാവുകടൽ, ഡെഡ് സീ താണ്ടി ക്രോസ് ചെയ്ത് 3 രാജ്യങ്ങൾ, ശത്രു രാജ്യങ്ങൾ യഹൂദയ്ക്ക് നേരെ വരികയാണ്. ഏതാണ് ആ 3 രാജ്യങ്ങൾ? മോവാബ്യർ, അമോന്യർ. അവിടെ എഴുതിയിരിക്കുന്ന 3-ാമത്തത് മോവാബ്യർ, അമോന്യർ, മെയൂന്യർ, മെനുനൈറ്റ്സ്. ഹല്ലേലൂയ. 1 നോക്കായിരുന്നു, 2 പിന്നെയും പിടിച്ചു വയ്ക്കായിരുന്നു. ഇതിപ്പം 3 രാജ്യങ്ങൾ, ഒരു വലിയ ജനസമൂഹം താഴ്വരയിൽ പടർന്നു കിടക്കുകയാണ്. യഹോശാഫാത്തിന് ഈ 3 രാജ്യങ്ങൾ തൻ്റെ നേരെ യുദ്ധത്തിന് വരുന്നത് അറിവ് കിട്ടിയപ്പോൾ, വലിയൊരു ജനസമൂഹം കടലിനക്കരെ അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു എന്ന് അവൻ കേട്ടപ്പോൾ, അവർ ഇതാ ഏൻഗദി എന്ന ഹസസോൻ താമാരിലുണ്ട് എന്ന് അറിവ് കിട്ടിയപ്പോൾ യഹോശാഫാത്ത് ഭയപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏൻഗദി എന്ന സ്ഥലം അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്ത, അബ്രഹാമിൻ്റെ തലമുറയ്ക്ക് ദൈവം കൊടുത്ത, വാഗ്ദത്തം കൊടുത്ത സ്ഥലമാണ് ഏൻഗദി. ആ ഏൻഗദി എന്ന സ്ഥലത്തിൻ്റെ അർത്ഥം തന്നെ അവകാശം എന്നുള്ളതാണ്. ഫലഭൂഷ്ടമായ മുന്തിരിക്കുലകൾ വിളയുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ശത്രു നിൽക്കുകയാണ്. അവകാശത്തിന്മേൽ ശത്രു നിന്ന് വെല്ലുവിളിക്കുകയാണ്. ഏത് സമയത്തും, ഒരു പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ഈ യുദ്ധം നടക്കും. ഈ 3 രാജ്യങ്ങൾ ഒരുമിച്ച് യഹൂദയ്ക്ക് നേരെ വരിക. 1-2 ദിവസം കഴിയുമ്പോൾ അവർ യഹൂദയിൽ എത്തിയിരിക്കും. എന്തു ചെയ്യും? യഹോശാഫാത്ത് ഭയപ്പെട്ടു.
നമ്മളായിരുന്നെങ്കിലും ഭയപ്പെട്ടേനെ. ഭയപ്പെടുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. എന്നാൽ ഹല്ലേലൂയ, മനുഷ്യനായ യഹോശാഫാത്ത്, ഭയപ്പെട്ട യഹോശാഫാത്ത്, അടുത്തത് അവൻ ചെയ്തത്, അവൻ എല്ലാ യഹൂദരെയും ഒരുമിച്ച് കൂട്ടി യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. ആമേൻ, ഹല്ലേലൂയ. യഹൂദയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോശാഫാത്ത് 12-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, we don't know what to do but our eyes are on you. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയുന്നില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒന്ന്, ഈ വലിയ സമൂഹത്തോട് എതിർക്കാൻ ഞങ്ങൾക്ക് ശക്തി ഇല്ല. ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ശക്തി അവരുടെ കയ്യിലുണ്ട്, ആയുധങ്ങളുണ്ട്, പട്ടാളമുണ്ട്. എങ്കിലും യഹോശാഫാത്ത് താഴ്മയോടെ അവൻ പറയുകയാണ്, ഈ യുദ്ധം ജയിക്കാൻ എനിക്ക് കഴിവില്ല, എനിക്ക് ശക്തി പോരാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നല്ല യഹോശാഫാത്ത് പറഞ്ഞത്. യുദ്ധമെന്ന് കേട്ടപ്പോൾ, ശത്രു വന്ന് നിൽക്കുന്നു എന്ന് കേട്ടപ്പോൾ നമുക്ക് പുറപ്പെടാം, ഒരു കൈ നോക്കാം എന്നല്ല അവൻ പറഞ്ഞത്. അവൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് ശക്തിയില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യനായിരുന്നെ പറഞ്ഞേനെ എനിക്ക് ശക്തിയില്ല. പക്ഷേ യഹൂദ രാജ്യം മുഴുവൻ പറയുകയാണ് ഞങ്ങൾക്ക് ശക്തിയില്ല. നോക്കുക, ദൈവാശ്രയം വെളിപ്പെടുന്ന രീതി, ദൈവാശ്രയം വെളിപ്പെടുന്ന വാക്കുകൾ. ഹല്ലേലൂയ. അടുത്തത് പറയുന്നത്, എന്ത് ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയുകയില്ല. നോക്കുക, എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാതിരിക്കുന്ന ഒരു സാഹചര്യം. 3-ാമത്തെ കാര്യമാണ്, ഈ 2 പദങ്ങളെ, ഈ 2 ബലഹീനതയെ, നിസ്സഹായ അവസ്ഥയെ ജയിക്കുന്ന 3-ാമത്തെ കാര്യമാണ്, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും നാം ഫേസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള സാഹചര്യങ്ങളായിരിക്കാം. ഒരു പക്ഷേ 3 ശത്രു രാജ്യങ്ങൾ ഒരുമിച്ച് വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ മഹാവ്യാധി അതൊരു ശത്രുവായിട്ട്, അല്ലെ ജനത്തിന് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം, സാമ്പത്തിക ഞെരുക്കങ്ങളായിരിക്കാം അടുത്തൊരു ശത്രു. അല്ലെങ്കിൽ ഒരുപക്ഷെ ഫിയർ ആൻഡ് ആൻസൈറ്റി, എന്താകും, എങ്ങനെയാകും, എനിക്ക് രോഗം വരുമോ, ഈ രോഗത്തിൽ ഞാൻ ക്ഷീണിച്ചു പോകുമോ, തളർന്നു പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്ങളായിരിക്കാം ഇതുപോലെയുള്ള ശത്രു. അതെ, ഹല്ലേലൂയ, പ്രശ്നങ്ങളായിരിക്കാം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നത്. എന്നാൽ ഹല്ലേലൂയ, ഏത് ശത്രു, എത്ര വലിയ ശത്രു, എവിടെ നിന്നെല്ലാം ഒരുമിച്ച് വന്നാലും ഭക്തൻ പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോശാഫാത്ത് പറഞ്ഞതുപോലെ ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ലോകം പറയുന്നു we don't know what to do, കമ്പനീസ് പറയുന്നു we don't know what to do, ഹല്ലേലൂയ, ഭരണകൂടം പറയുന്നു ഞങ്ങൾക്കറിയത്തില്ല എന്ത് ചെയ്യണം, മെഡിക്കൽ സയൻസ് പറയുന്നു ഞങ്ങൾക്കറിയത്തില്ല എന്ത് ചെയ്യണം, എത്ര വർഷം എടുക്കും ഇതൊന്ന് ഹല്ലേലൂയ പൂർവ്വസ്ഥിതിയിൽ വരാനെന്ന് ഞങ്ങൾക്കറിയത്തില്ല, ഈ റിസഷൻ ഒന്ന് ഓവർകം ചെയ്യാൻ എത്ര നാളെടുക്കുമെന്നറിയത്തില്ല, എനിക്ക് ജോലി കിട്ടാൻ എത്ര നാളെടുക്കുമെന്നറിയത്തില്ല. ഹല്ലേലൂയ, പല കാര്യങ്ങളും പലതും പറയുമ്പോൾ ദൈവമക്കൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, I don't know what to do but my eyes are on you. ഇന്ന് പകൽക്കാലം സമയം എൻ്റെ മുമ്പിൽ അധികമില്ലെങ്കിൽ തന്നെ ഇന്ന് പകൽക്കാലം ഈ ബലത്തോടെ നമുക്ക്, ഈ വചനത്തോടെ നമുക്ക് കടന്നു പോകാം. I don't know what to do about my future, about my tomorrow, but my eyes are on you. ഇന്ന് പകൽക്കാലം എത്ര പേര് പറയും, നാളെ എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് എനിക്കറിയത്തില്ല, മക്കളുടെ വിദ്യാഭ്യാസം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ജോലിയുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, but my eyes are fixed on you. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭാരപ്പെടുകയില്ല. ഇന്ന് പകൽക്കാലം എത്ര പേര് പറയും, I will trust in you, നിന്നിൽ ഞാൻ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കേരളത്തിലേക്ക് നോക്കിക്കേ, അടുത്തത് തുടങ്ങിക്കഴിഞ്ഞു. ഡെൽറ്റ തുടങ്ങിക്കഴിഞ്ഞു, സിക്ക വൈറസ് തുടങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ. മലയാളികൾ പറയും വി ഡോണ്ട് നോ. സർക്കാർ മാറി മാറി വരുന്നു, പല കിറ്റും കൊടുക്കുന്നു, ബട്ട് വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഹല്ലേലൂയ. ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കിരാതന്മാർ പിച്ചി ചീന്തുന്നു. 6 വയസ്സുള്ള പെൺകുഞ്ഞിനെ 3 വയസ്സ് മുതൽ ഹല്ലേലൂയ ആ മൃഗത്തെ പോലെ, മൃഗത്തിനും അധികമായി മനുഷ്യൻ പിച്ചി ചീന്തുന്നു. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്താണ് നടക്കുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത്? വി ഡോണ്ട് നോ. എനിക്കറിയത്തില്ല. ഇന്ന് വാൽക്കാലം ഇവിടെ ഇരിക്കുന്നവർ ചിന്തിക്കുന്നുണ്ടാകാം, എൻ്റെ മക്കൾ സുരക്ഷിതരാണോ? ഐ ഡോണ്ട് നോ ലോർഡ്. എൻ്റെ ജോലി സുരക്ഷിതമാണോ? ഐ ഡോണ്ട് നോ ലോർഡ്. എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഓ, ലോകത്തിൽ അനിഷ്ട സംഭവങ്ങൾ നിറവേറുന്നു, ക്ഷാമം കൊടികുത്തി വാഴുന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, യുദ്ധം വരാൻ പോകുന്നു, വൈറസ് തീർന്നിട്ടില്ല, അടുത്ത വേരിയന്റ് വരുന്നു. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ബട്ട് ഐ നോ ഹു ഹോൾഡ്സ് മൈ ഫ്യൂച്ചർ. മൈ ഐസ് ആർ ഓൺ ഹിം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ഫ്രേസ് ഉണ്ട്, ഒരു ചിന്തകൻ പറഞ്ഞത്, നിങ്ങളുടെ കാലുകൾ വെള്ളത്തിൽ ഒഴുകുമ്പോൾ, കാലുകൾ ഉറയ്ക്കാതെ അതേ ഒഴുകുമ്പോൾ, ഉറപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും, മുട്ടുമടക്കാൻ കഴിയും. ഹല്ലേലൂയ. എൻ്റെ കാലുകൾ ഉറയ്ക്കുന്നില്ല, എൻ്റെ കാലുകൾ ഉറയ്ക്കാൻ ശത്രു അനുവദിക്കുന്നില്ല, എൻ്റെ കാലുകൾ ഉറപ്പിക്കത്തില്ലെന്ന്, ദേശത്ത് ഉറപ്പിക്കത്തില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഞാൻ എൻ്റെ കാലുകളെ ഉറപ്പിച്ച് മുഴങ്കാലുകളെ മടക്കി ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ കാലുകളെ ഉറപ്പിക്കുന്ന ഒരു സ്വർഗമുണ്ട്, എൻ്റെ കരങ്ങളെ ഉറപ്പിക്കുന്ന ഒരു സ്വർഗമുണ്ട്, എൻ്റെ കുടുംബത്തെ ഉറപ്പിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, പെരുവെള്ളം ഇരച്ചു കലങ്ങിയാലും സമുദ്രം ഇരച്ചു കലങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും, എൻ്റെ കാലുകൾ ഉറച്ചു നിൽക്കും. കാരണം ഞാൻ കാല് വച്ചിരിക്കുന്നത് പെരുവെള്ളത്തിലല്ല, ഞാൻ കാല് വച്ചിരിക്കുന്നത് ഈ ലോകത്തിലല്ല. എൻ്റെ കാലുകൾ അവൻ ഉറപ്പിച്ചിരിക്കാൻ ഞാൻ വഴുതി പോകുവാൻ ദൈവം അനുവദിക്കയില്ല. ഇന്ന് പകൽക്കാലം കാലുകൾ വഴുവഴുപ്പിലല്ല, ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചിരിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പിശാച് കാണപ്പറ, പിശാച് കേൾക്കപ്പറ, എൻ്റെ കാലുകൾ പെരുവെള്ളത്തിലല്ല, എൻ്റെ കാലുകൾ ആടിയുലയത്തില്ല, എൻ്റെ കാലുകൾ എന്നെ വിളിച്ച, എന്നെ തിരഞ്ഞെടുത്ത, എൻ്റെ കാലുകൾ ഉറപ്പിച്ച ക്രിസ്തുവാകുന്ന പാറമേൽ, നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി ഉറപ്പുള്ള പാറമേൽ എന്നെ നിർത്തിയിരിക്കുന്നു. 73-ാം സങ്കീർത്തനത്തിൽ ആസാബ് പറയുകയോ, അവർ വഴുവഴുപ്പിൽ നിൽക്കുന്നു, ഞങ്ങൾ ക്രിസ്തുവിൽ നിൽക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് അവസാനത്തെ ഇത്തിൽ കണ്ണിയാണ്, അവസാനത്തെ ഓപ്ഷനാ. പക്ഷേ ഹല്ലേലൂയ, ഭക്തനായ ദൈവത്തെ ആശ്രയിക്കുന്ന യഹോശാഫാത്തിന് പ്രാർത്ഥന അവസാനത്തെ ഓപ്ഷനല്ല, ആദ്യത്തെ ഓപ്ഷനാ. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ പറ, പ്രാർത്ഥന അവസാനത്തെ ഓപ്ഷനല്ല, അതെന്റെ ആദ്യത്തെ ഓപ്ഷനാ. If you choose that option, you don't need any other option. എത്ര പേർക്ക് മനസ്സിലായി? പ്രാർത്ഥന ആയുധമാക്കുന്ന, പ്രാർത്ഥന ആദ്യമേ തിരഞ്ഞെടുക്കുന്ന, പ്രശ്നം വരുമ്പോൾ ആദ്യമേ മുട്ടുമടക്കുന്ന ദൈവമേ, നിനക്ക് വേറെ ഓപ്ഷൻ വേണ്ട. ദൈവം നിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. ഇതൊരു ചോയ്സാ, ഇതൊരു തെരഞ്ഞെടുപ്പാ. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ, നമ്മുടെ കണ്ണുകൾ കർത്താവിലേക്ക് ഉയർത്തുന്നത് അതൊരു തിരഞ്ഞെടുപ്പാണ്. തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ നിർത്തട്ടെ. കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. അവങ്കിലേക്ക് നോക്കിയവർ
പ്രകാശിതരായി. ഹല്ലേലൂയ. അനേക വചനങ്ങൾ ഞാൻ കർത്താവിങ്കിലേക്കുള്ള നോട്ടത്തെക്കുറിച്ച് ബൈബിളിലൊന്ന് പറഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ നോട്ടിൻ്റെ പേജ് തീർന്നുപോയി. അത്രമാത്രം വചനങ്ങൾ സങ്കീർത്തനത്തിലും പലയിടങ്ങളിലും എഴുതിയിരിക്കും. ദൈവദാസന്മാർ, ഭക്തന്മാർ എഴുതിയിരിക്കുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. ഇന്ന് പകൽക്കാലം നാം ആരെയാ കാണുന്നത്? എന്തിനെ കാണുന്നത്? പോരാട്ടങ്ങളെ മാത്രമാണോ? പ്രശ്നങ്ങളെ മാത്രമാണോ? Turn your attention, turn your eyes to the Lord. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, എൻ്റെ കണ്ണുകൾ ഹല്ലേലൂയ എൻ്റെ സാലറിയിലേക്കല്ല, എൻ്റെ കണ്ണുകൾ എൻ്റെ അക്കൗണ്ടിലേക്കല്ല, എൻ്റെ കണ്ണുകൾ എൻ്റെ ജോലിയിലേക്കല്ല, എൻ്റെ ബോസിലേക്കല്ല. എൻ്റെ കണ്ണുകൾ എന്നെ നിർമ്മിച്ചവനും എന്നെ ഉരുവാക്കിയവനും എന്നെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവനുമായ ഹല്ലേലൂയ ഓ ദൈവത്തിങ്കിലേക്കാകയാൽ I will not be shaken, I will not be fallen. എത്ര സൈന്യം എഴുന്നേറ്റ് വരട്ടെ, യുദ്ധം നേരിടട്ടെ, എൻ്റെ കണ്ണുകൾ ഹല്ലേലൂയ. കണ്ണുകളെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്സാ. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ വിളക്കാം. സങ്കീർത്തനത്തിൽ നാം കേട്ടു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ ജീവൻ്റെ ബലവുമാണ്. വാക്യങ്ങൾ ഒത്തിരി വായിക്കാൻ ഉണ്ട്, പക്ഷെ സമയമില്ല. കണ്ണ്, ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഒരു ദൂതൂടെ പറഞ്ഞു നിർത്തുകയാണ്. കണ്ണു മങ്ങി ഏലി പുരോഹിതന്മാർ ചുറ്റുപാടുമുള്ളപ്പോൾ, അവരെ നോക്കുന്ന അനേകരുള്ളപ്പോൾ, അവരുടെ മക്കളെ നോക്കി കുറ്റം പറയുന്നവരുള്ളപ്പോൾ, ശമൂവേൽ മുട്ടുമടക്കിയിട്ട് പറയുന്നു, എൻ്റെ കണ്ണ് മങ്ങിയ ഏലി പുരോഹിതന്റെ മുഖത്തേക്കല്ല, എൻ്റെ കണ്ണ് എന്നെ വീണ്ടെടുത്തവൻ, എന്നെ വിടുവിച്ചവൻ, എന്നെ ഉരുവാക്കിയവൻ, അവൻ്റെ മുഖത്തേക്ക്. ഹല്ലേലൂയ. അവൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവരുടെ മുഖം പ്രകാശമായി. ഹല്ലേലൂയ. മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഹല്ലേലൂയ അവരുടെ മുഖം മ്ലാനമാകുമ്പോൾ നമ്മുടെ മുഖവും മ്ലാനമാകും. എന്നാൽ അവൻ്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ, സർവാംഗ സുന്ദരൻ, 10,000ങ്ങളിൽ ശ്രേഷ്ഠൻ. അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ റേഡിയൻ ഫേസ് എന്ന് എഴുതിയിരിക്കുന്നത്. ആ റേഡിയൻ ഫേസിലേക്ക് നോക്കുന്നവരുടെ മുഖത്ത് എന്തുണ്ടാകും? റിഫ്ലക്ഷൻ ഉണ്ടാകും. ഒരു ടോർച്ചിലോ നോക്കിയാൽ നമ്മുടെ മുഖത്ത് എന്തുണ്ടാകും? റിഫ്ലക്ഷൻ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം മുഖം വാടിയിട്ടല്ല ഇവിടെ എഴുന്നേറ്റ് പോകേണ്ടത്. എൻ്റെ മുഖം വാടുകയില്ല. ഞാൻ നോക്കുന്നത് ദൈവമുഖത്തായതുകൊണ്ട് എൻ്റെ മുഖം പ്രകാശിക്കും. എൻ്റെ മുഖം പ്രകാശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴേ ഞങ്ങൾക്കൊരു ആക്ടിവിറ്റീസ് ഉണ്ട്, കോൺസെൻട്രേഷൻ. അതിന് ഞങ്ങൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. വട്ടത്തിൽ ഇങ്ങനെ സർക്കിൾ നിൽക്കാൻ പറയും, ദൂരം മാറി നിൽക്കാൻ പറയും. എന്നിട്ട് പറയും ഓപ്പോസിറ്റ് ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് പറയും കണ്ണെടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണം. എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? കോൺസെൻട്രേഷൻ ഇല്ലാത്തവർ വേറെ ആളെ ചെന്നിടിക്കും, ഔട്ട്. ഹല്ലേലൂയ. കോൺസെൻട്രേഷൻ ഉള്ളവർ 10 പ്രാവശ്യം 10 മിനിറ്റിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിയുമ്പോൾ അവർ വിന്നറാകും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ തീരുമാനം, നമ്മുടെ പ്രതിഷ്ഠ നഷ്ടപ്പെടുത്താൻ അനേകർ ചുറ്റിക്കറങ്ങുമ്പോൾ, പിശാച് അലർന്ന സിംഹം എന്ന പോലെ കറങ്ങുമ്പോൾ, ഞാൻ പറയും എൻ്റെ കണ്ണ് ഞാൻ ഉയരങ്ങളിലേക്ക്, എൻ്റെ ആത്മീക കണ്ണ് ഞാൻ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ വരുന്നു.
നിർത്താൻ ആഗ്രഹമുണ്ട്. പക്ഷേ ആലോചന വന്നുകൊണ്ടിരിക്കുക. പത്രോസ് ചാടിയിറങ്ങി, വെള്ളത്തിൻ്റെ മീതെ ചാടിയിറങ്ങി. പത്രോസ് പറഞ്ഞു, നീ ദൈവം, അതെ ക്രിസ്തുവാണെങ്കിൽ, ഹല്ലേലൂയ ഗുരുവേ അങ്ങാണെങ്കിൽ എനിക്കും ഈ വെള്ളത്തിൻ്റെ മീതെ നടക്കണം. പത്രോസ് കാൽ വെച്ചു, നടന്നു. അപ്പോഴെല്ലാം നോട്ടം യേശുവിൻ്റെ മുഖത്തേക്ക്. യേശു പറഞ്ഞു, കം, വരിക. ഹല്ലേലൂയ. എന്നാൽ നോട്ടം മാറ്റിയപ്പോൾ, ഹല്ലേലൂയ, നടത്തം മാറി. നോട്ടം മാറ്റിയപ്പോൾ നടത്തം മാറി. ഇതുവരെ കൂളായിട്ട് വെള്ളത്തിന് മീതെ നടന്നു വന്നവൻ താഴാൻ തുടങ്ങി. താഴ്ന്നു പോകുമ്പോൾ അവൻ വീണ്ടും യേശുവിന്റെ മുഖത്തേക്ക് നോക്കി. നാഥാ, ഞാൻ മുങ്ങി താഴുന്നു, എന്നെ രക്ഷിക്കണമേ. ഇന്ന് വാൽക്കം അതിനകത്തൊരു ദൂതുണ്ട്, അത് പറഞ്ഞു നിർത്തുകയാ. തുടങ്ങിയത് യേശുവിന്റെ മുഖത്ത് നോക്കിയാണ്. പല കാര്യങ്ങളും കഴിഞ്ഞ നാളുകളിൽ ചെയ്തത് വിശ്വാസത്തോടെയാ കാലെടുത്തു വെച്ചത്. എന്നാൽ നോട്ടം മാറ്റിയപ്പോൾ നടത്തം മാറി. നോട്ടം തെറ്റിയപ്പോൾ നടത്തം തെറ്റി. ഇന്ന് പകൽക്കാലം മുങ്ങി താഴുകയാണെങ്കിൽ, ആത്മീയത്തിൽ മുങ്ങി താഴുകയാണെങ്കിൽ, പ്രാർത്ഥനയിൽ മുങ്ങി താഴുകയാണെങ്കിൽ, പ്രതിഷ്ഠയിൽ തീരുമാനത്തിൽ മുങ്ങി താഴുകയാണെങ്കിൽ ഒന്ന് നിലവിളിച്ചാട്ടെ, നാഥാ എന്നെ രക്ഷിക്കണേ. അവന്റെ മുഖത്തേക്ക് കം ബാക്ക് ആൻഡ് ലുക്ക് ബാക്ക് ടു ജീസസ്. ഒരു പ്രാവശ്യം കൂടെ അവന്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ. മനുഷ്യനായിരുന്നേ പറഞ്ഞേനെ, സ്വന്തം വീട്ടുകാരായിരുന്നേ പറഞ്ഞേനെ, നീ ആവേശത്തിൽ ചാടി ഇറങ്ങിയതല്ലേ, നീ മുക്കുവനല്ലേ, നീ കൈകാലിട്ടടിച്ച് കയറിപ്പോരെ. ഹല്ലേലൂയ. യേശു പറഞ്ഞില്ല നീ കൈകാലിട്ടടിച്ച് കയറിപ്പോരെ. അവിടെ എന്തോ എഴുതിയിരിക്കുന്നേ? യേശു കരം കൊടുത്തു, അവനെ വലിച്ചെടുത്തു. ഒരു ദൂത് പറഞ്ഞു നിർത്തുകയാ. യേശു നിങ്ങളെ കൈകാലിട്ടടിക്കാൻ വിടത്തില്ല. ആരവൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കുമോ, അവനെ ഒന്നുകൂടെ വിളിക്കുമോ, യേശുവേ നിലവിളിക്കുമോ, രക്ഷിക്കണമേ നിലവിളിക്കുമോ, ആ കൈകാലിട്ടടിച്ച് കയറിപ്പോരെ, എങ്ങനെയും കഷ്ടപ്പെട്ട് കയറിപ്പോരെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവനല്ല എൻ്റെ ദൈവം. അവൻ കരം തരികയോ. ഇന്നാരവൻ്റെ മുഖത്തേക്ക് നോക്കും, ആ പരിശുദ്ധാത്മാവ് കരം തരികയോ. ഏറ്റെടുക്കാൻ, അഭിഷേകത്തിൽ പുതുക്കപ്പെടാൻ, കൃപയിൽ പുതുക്കപ്പെടാൻ, പ്രാർത്ഥനയിൽ പുതുക്കപ്പെടാൻ, കരം പിടിക്കാൻ, കർത്താവിൻ്റെ കരം പിടിക്കാൻ. ഏത് അന്ധകാര നടന്നാലും ഭയപ്പെടേണ്ട. അവൻ നിന്നെ നടത്തും. അവന്റെ കരം കുറുകി പോയിട്ടില്ല. അവന്റെ കരം ഹല്ലേലൂയ കുറുകി പോയിട്ടില്ല. അവന്റെ കരത്തിലേക്ക് ഇന്ന് പകൽക്കാലം കയറി പിടിക്കണവരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിച്ചോട്ടെ. ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. യഹോശാഫാത്ത് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ എന്ത് ചെയ്തു? ആലോചന പ്രാപിക്കുക. പ്രാർത്ഥിച്ച് ആലോചന പ്രാപിക്കുക. യുദ്ധത്തിനിറങ്ങിയിട്ട് പറ്റിയില്ലെങ്കിൽ ഇനി ഒരു ഉപവാസം, സാധാരണ നമ്മളെല്ലാം ചെയ്യുന്ന പരിപാടിയല്ലേ? ഇല്ല. prayer was the first option. If prayer is your first option, you don't need any other option. കണ്ണുകളെ ദിവസം അടച്ചാട്ടെ. പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. ദൈവദാസൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കും. ഇന്ന് പകൽക്കാലം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. ഇത് നമ്മൾ ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച വീണ്ടും പ്രസംഗിക്കും. എന്നാൽ ഇന്ന് കേട്ടത് ധാരാളം മതി നിങ്ങളെ ബലപ്പെടുത്താൻ. ഇന്ന് കേട്ടത് അധികം മതി. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, എൻ്റെ നോട്ടം ഹല്ലേലൂയ ഞാൻ മാറ്റുകയില്ല. എൻ്റെ നോട്ടം തെറ്റിപ്പോകയില്ല. നോട്ടം തെറ്റിയാൽ അപകടമാ. ഹല്ലേലൂയ. നോട്ടം തെറ്റിയാൽ അപകടമാ. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ ഹല്ലേലൂയ. എബ്രായ ലേഖനം 12:2 പറയുന്നു, ഹല്ലേലൂയ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പിൽ സ്ഥിരതയോടെ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ബി ഫോക്കസ്ഡ്. അടുത്ത വാക്യം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ. അവിടെ എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യം, ആരാ വിശ്വാസത്തിൻ്റെ നായകൻ? ഞാനല്ല, നിങ്ങളല്ല, പ്രസ്ഥാനമല്ല. നായകനായ ഒരുവൻ മുമ്പിലുണ്ട്. വിശ്വാസത്തിൻ്റെ നായകൻ. അവൻ പൂർത്തി വരുത്തും. ഇങ്ങനെ വചനം പറയുന്നു, ക്രിസ്തുവേ ഹല്ലേലൂയ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, എൻ്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. എന്നെ വിളിച്ചതയും വിശ്വസ്തനാണ്. അവൻ എന്നിൽ ഒരു പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏത് ശത്രു എനിക്കെതിരെ എവിടെ നിന്നെല്ലാം ഒരുമിച്ച് വന്നാലോ അവൻ എൻ്റെ മേലുള്ള വിശ്വസ്തത കുറഞ്ഞു പോകുകയില്ല. വാഗ്ദത്തം മങ്ങിപ്പോകയില്ല. കണ്ണുകളെ ദിവസത്തിൽ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവദാസൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമുക്ക് കടന്നു പോകാം.
നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നൽകപ്പെട്ട നല്ല ഒരു വചനത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ഒരു അഭിഷക്തൻ്റെ നേരെ കർത്താവേ എത്ര സൈന്യങ്ങൾ പൊങ്ങി വന്നാലും അവനോട് കൂടെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ പറഞ്ഞാട്ടെ, എൻ്റെ മുൻപിൽ എത്ര സൈന്യങ്ങൾ എൻ്റെ മുൻപിൽ വന്നാലും, എൻ്റെ കുടുംബത്തിൻ്റെ വിരുദ്ധമായി വന്നാലും, എൻ്റെ സാമ്പത്തിക വിഷയത്തിന് വിരുദ്ധമായി വന്നാലും, എൻ്റെ ശുശ്രൂഷയുടെ വിരുദ്ധമായി വന്നാലും, ഞങ്ങളുടെ പക്ഷത്തിലൊരു ദൈവമുള്ളതിനായി നന്ദി പറയുന്നു കർത്താവേ. എന്ത് ചെയ്യണ്ടോ എന്ന് ലോകത്തിൽ അറിയാതെ നിൽക്കുമ്പോൾ ഞങ്ങൾ നിൻ്റെ കണ്ണിലേക്ക് നോക്കുമപ്പാ, ഞങ്ങളുടെ കണ്ണ് നിന്നിലേക്ക് നോക്കും പിതാവേ. അപ്പച്ച, ഇന്ന് പകൽക്കാലം നൽകപ്പെട്ട ഒരു വചനത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് ഇത് കേട്ട വചനത്തിൽ കർത്താവ് ബലം പ്രാപിച്ച് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. വിശേഷമായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരും നിന്റെ രക്തത്തിൽ മുദ്ര വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ജക്കായിന് കർത്താവേ യേശുവിനെ കാണുവാൻ ആഗ്രഹം വന്നു, യേശുവിനെ എങ്ങനെങ്കിലും കാണുവാൻ ആഗ്രഹം വന്നു. എന്നാൽ യേശു അവൻ്റെ ഭവനത്തിൽ പോയതുപോലെ ഇന്ന് ആഗ്രഹിച്ച് വന്നവരുടെ വീട്ടിൽ ഇന്ന് മധ്യാഹ്ന വേളയിൽ ഈ സമയത്തിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് യേശു വരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദി പറയുന്നു കർത്താവേ. വിശേഷമായി കർത്താവേ, പുതിയതായിട്ട് കടന്നു വന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ അവർക്ക് വിടുതലിന് കാരണമാകട്ടെ, അനുഗ്രഹത്തിന് കാരണമാകട്ടെ കർത്താവേ. അവരെ ഭവനത്തിൽ ചെല്ലുന്നതിന് മുൻപേ ദൈവ സാന്നിധ്യം അവളെ വെളിപ്പെടട്ടെ കർത്താവേ. വർഷം കൊണ്ടുകൊണ്ട് നടക്കാത്തതും മാസം കൊണ്ടുകൊണ്ട് നടക്കാത്തതും ഈ ആഴ്ചക്കാലം തന്നെ നടക്കുവാൻ, ഒരു ചലനമുണ്ടാകുവാൻ പിതാവേ നീ സഹായിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടുത്ത ആഴ്ച വരുമ്പോൾ സാക്ഷ്യമായിട്ട് കടന്നു വരുവാൻ സഹായിക്കണമേ. അങ്ങനെ ചെയ്തതിനോർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വീഴാതവണ്ണം തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമറ്റവരായി നിർത്തുവാൻ കഴിവുള്ള പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സൂക്ഷിപ്പും പരിപാലനവും നടത്തിപ്പും നാമും പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളോടും ഇന്ന് കടന്നു വന്ന ഓരോരുത്തരോടും കൂടെ, കടന്നു വരാൻ കഴിയാത്തവരോടുകൂടെ, പുതുതായിട്ട് കടന്നു വന്നവരോട് കൂടെ, ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ മഹത്വ പ്രത്യക്ഷത വരേക്കും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. മാറാനാഥ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫോർ കമ്മിങ്.